വായിക്കാം. തെസ്സലോനിക്കരുടെ ലേഖനം, തെസ്സലോനിക്ക രണ്ടാം ലേഖനം, അതിന്റെ 2-ാം അതിന്റെ 14-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാമല്ലോ. അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. സ്തോത്രം. ആമേൻ. ദൈവം സഹായിക്കട്ടെ. നമ്മൾ വായിച്ചു കേട്ടൊരു വാക്യം തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അത് 2-ാം 14-ാം വാക്യമാണ്. അതിൽ വേറൊരു വേർഷൻ വായിക്കാം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പങ്കാളികളായി വിളിക്കപ്പെടാൻ ആയിരുന്നു തിരഞ്ഞെടുപ്പ്. സ്തോത്രം. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാമത്തെ ലേഖനത്തിൽ ഉള്ള ഒരു വാക്യമാണിത്. ഈ ലേഖനം എഴുതാൻ പശ്ചാത്തലമുണ്ട്. അപ്പോസ്തലൻ ആദ്യം ഒരു ലേഖനം ഇവർക്ക് എഴുതിയിരുന്നു. ആ സമയത്ത് അതിനുശേഷം പെട്ടെന്ന് തന്നെ മറ്റൊരു ലേഖനം എഴുതേണ്ടി ഒരു കാര്യമുണ്ടായി. അതായത് പൗലോസ് അപ്പോസ്തലൻ ശിഷ്യനായ തിമോഥെയോസിലൂടെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. ഈ സഭയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. അതായത് സഭയിൽ ഒരു ഒരു ന്യൂസ് പറഞ്ഞു. കർത്താവിന് ദിനം വന്നു കഴിഞ്ഞൊരു ന്യൂസ് ഉണ്ടായി. കർത്താവിന് ദിനം വന്നു കഴിഞ്ഞൊരു ന്യൂസ് അവിടെ ഇങ്ങനെ സ്പ്രെഡായി. അത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു വാക്കിൽ നിന്നുണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പോൾ ഈ സഭയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പൗലോസ് അപ്പോസ്തലൻ മനസ്സിലായപ്പോൾ അവരെ തിരുത്തുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഴുതി കൊടുത്ത ഒരു ലെറ്ററാണ് ഈ 2-ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത്. അത് ഈ സംഭവം ഇങ്ങനെയായിരുന്നു. കർത്താവ് ദിനം വന്നു എന്നൊരു വാർത്ത അവിടെ പരന്നു. അതായത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, അപ്പോസ്തലന്മാരെല്ലാം യേശു കർത്താവോട് പറഞ്ഞിട്ട് പോയ ഞാൻ വേഗം വരുന്നു പറഞ്ഞിട്ട് പോയി. ആ ഒരു വാക്കിൽ പ്രതീക്ഷിച്ച് യേശു കർത്താവ് ഉടനെ വരുമെന്ന് അപ്പോസ്തലന്മാരും പത്രോസ് അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ 2-ാമത്തെ വരവിനെ പറ്റി കർത്താവിന് പോലും അറിയില്ല എന്ന് നമ്മുടെ യേശു കർത്താവ് ഭൂമി വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ അതേപോലെ തന്നെ അപ്പോസ്തലന്മാർക്കോ ആർക്കും വരവിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വരവിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ആ സമയങ്ങളിൽ ഇടയിലും ഉണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പോലും കരുതിയിരുന്നത് യേശു കർത്താവ് ഉടനെ വരുമെന്നായിരുന്നു. സെയിം വേ ഈ ഒരു ഈ ഒരു സഭയിലും ഈ പഠിപ്പിലല്ല, ആ പത്രോസ് അപ്പോസ്തലന്റെ നാവിലൂടെ വന്നൊരു വാക്ക് കാരണം ഒരു കേൾവി അവിടെ ഉണ്ടായി. അവർ ചിന്തിച്ചു, കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞു എന്നൊരു ചിന്ത അവർക്കുണ്ടായി. അതേ തുടർന്ന് അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ പോകുമോ എന്നൊരു ഭയം പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായി. കാരണം അത് പരത്തിയത് പൗലോസ് അപ്പോസ്തലനല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റു ചിലരായിരുന്നു. അത് അവരുടെ ചിന്ത ഇങ്ങനെ ആയിരുന്നു: ദൈവം വന്നു കഴിഞ്ഞു, ദൈവം പോയി, ഇനി ഞങ്ങള് എടുക്കപ്പെട്ടില്ല എന്നൊരു ചിന്തയല്ല ഉണ്ടായത്. അവരുടെ മനസ്സിൽ വന്ന ചിന്ത ഇങ്ങനെ ആയിരുന്നു: ദൈവത്തിന്റെ ദിവസം, അതായത് യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വരവോടുകൂടി ദൈവത്തിന്റെ ദിനം എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ സകല ശത്രുക്കളുടെ മേലും ജയമെടുത്തിട്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി പ്രതിഫലം കൊടുക്കും. അതായിരുന്നു അവരുടെ ചിന്ത. കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് അതായിരുന്നു ഇവരെ വിഷമിപ്പിച്ച കാര്യം. ദൈവം വന്നു കഴിഞ്ഞു, ഞങ്ങളുടെ കാര്യം ഇനിയെല്ലാം പോയി, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തീർന്നു, ഞങ്ങൾക്ക് ഇനി ഒരു വിടുതൽ എങ്ങൊന്നും കിട്ടത്തില്ല. ആ സമയത്ത് ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായ സമയം നമുക്കറിയാം. അവരുടെ ചിന്ത ഇങ്ങനെയായിരുന്നു: ദൈവം വന്നു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒരു പ്രതിഫലവും കിട്ടത്തില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് വേഴ്സായി മാറുമോ എന്നൊരു ഭയമായിരുന്നു ഈ സഭയെ ഭരിച്ചിരുന്നത്. അപ്പൊ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ അയച്ച ഒരു ലെറ്ററാണ് 2-ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ഒന്നുകൂടെ വായിക്കുന്ന വാക്യം: ഞങ്ങൾ നിങ്ങൾ അറിയിച്ച സുവിശേഷത്തിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പങ്കാളികളായി വിളിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പങ്കാളികൾ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ തേജസ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പുതിയ വിശ്വാസികൾ, നമ്മൾ ബിലീവേഴ്സ് അവകാശപ്പെടുന്ന നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെയാകണമെന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിനെ പോലെയാവുക, യേശുവിനെ പോലെയാവുക എന്നൊരു പാസ് നമ്മുടെ ഇടയ്ക്ക് ധാരാളം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാനിവിടെ ഈ എറണാകുളത്ത് വന്ന സമയത്ത് ഞാൻ സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, WW വാട്ട് വുഡ് ജീസസ് ഡു എന്നൊരു വാക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാട്ട് വുഡ് ജീസസ് ഡു. അതായത് നമ്മൾ എന്തിനോട് സമീപിക്കുമ്പോൾ, നമ്മളോട് ഒരാൾ അല്ലെങ്കിൽ ഏത് കാര്യത്തോട് സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കണ്ടൊരു ചോദ്യം ഇതാണ്: വാട്ട് വുഡ് ജീസസ് ഡു. അതായത് ഇതിനോട് യേശു കർത്താവ് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നൊരു ചിന്ത മനസ്സിൽ വരണം. എന്നിട്ട് അതിനോട് പ്രതികരിക്കാവൂ, അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാവുന്നൊരു പറച്ച്. ഞാൻ ഇവിടെ ഒന്ന് എറണാകുളത്ത് നിന്ന് നേരത്തെ ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ ശരിക്കും എന്താണ് യേശു കർത്താവിന്റെ പ്രതികരണം? ഞാൻ പറയാൻ പറ്റുന്ന അതല്ല, യേശു കർത്താവ് പ്രതികരിച്ചു എന്നല്ല ഞാൻ പറയാൻ വരുന്നത്. ഞാൻ പറയാൻ വരുന്ന വാക്ക് ഇതാണ്: യേശു എന്നൊരു വാക്കാണ് നമ്മളെല്ലാം നാവിലെടുക്കുന്നത്. യേശു. ഹല്ലേലൂയ. യേശു എന്നാണ് നമ്മളെല്ലാം യേശുവിനെ പോലെയാവുക. പക്ഷെ വചനം പറയുന്നത് ക്രിസ്തുവിന്റെ മനസ്സെന്നാ പറയുന്നത്. ക്രിസ്തുവിന്റെ മനസ്സ്, അല്ലെ? ജീസസ് ക്രൈസ്റ്റ് എന്നാ പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ യേശുവിനെ പോലെയാവുക. നമ്മൾ വചനം പഠിപ്പിക്കുമ്പോൾ അത് യേശു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ മനസ്സെന്ന വചനം പറഞ്ഞു. അതായത് വേദപുസ്തകത്തിൽ എന്താണോ യേശു ക്രിസ്തു എന്ന് പറയുന്നത്, ആ വ്യക്തിത്വം,
ആ വ്യക്തിയെ പോലെ എല്ലാ അർത്ഥത്തിലും ദ ഹോൾ ബൈബിൾ എന്താണോ യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അതുപോലെയാണോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ മരണത്തിനു മുമ്പുള്ള യേശു കർത്താവ്, യേശു ക്രിസ്തു തന്റെ 30 വയസ്സ് 33.5 വർഷം, ആ 3.5 വർഷക്കാലത്ത് യേശുവിനെ പോലെ ആകണമെന്നല്ല ശരിക്കും വചനം പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് യേശു കർത്താവ് യേശുവിനെ പോലെ ആകാന്ന് പറയുമ്പോൾ ഒരു കാരണം പഠിക്കുമ്പോൾ അടുത്ത കാരണം കാണിച്ചു കൊടുക്കുന്നു. എല്ലാം സ്നേഹത്തിൽ ചെയ്യുന്ന, നമ്മൾ നമ്മളെ എപ്പോഴും ക്ഷമയോടെ കേൾക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മാനുഷികതരം തരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ഒരു മനുഷ്യൻ, ആ വ്യക്തിയെ പോലെ ആവണമെന്ന പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. യേശുവിനെ പോലെ ആവുന്ന ക്ഷമയുടെ അങ്ങേയറ്റം, ഇവിടെ അടിച്ചാൽ ഇവിടെ കാണിച്ചു കൊടുക്കുക, കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഓഫ് കോഴ്സ് മനുഷ്യന് കഴിയുന്ന കാര്യമില്ലെങ്കിലും യേശു കർത്താവ് കാണിച്ചുകൊണ്ട് നമ്മളെ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാകണം. നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക, ആ, സൗഖ്യമാക്കുക. ഓഫ് കോഴ്സ് രോഗികളെ സൗഖ്യമാക്കുന്നു. ആ, അങ്ങനെ വേറെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ പോലെ ആവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പലപ്പോഴും വിശ്വാസം നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആദ്യകാലങ്ങളിൽ അങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ വചനം പറയുന്നത് അങ്ങനെയല്ല. ബൈബിൾ പറയുന്ന യേശു ക്രിസ്തുവേശുവിന്റെ മനസ്സുള്ള ആവണമെന്നാണ് പറയുന്നത്. ക്രിസ്തുവേശുവിന്റെ മനസ്സെന്നാ പറയുന്നത്. ക്രിസ്തുവേശുവിന്റെ മനസ്സ്, യേശുവിന്റെ നല്ല ക്രിസ്തുവേശു, ജീസസ് ക്രൈസ്റ്റ് എന്നാ പറയുന്നത്. ഹാലലൂയ. ഇവിടെ പറഞ്ഞത് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ. ഹാലലൂയ. യേശു ക്രിസ്തുവിന്റെ തേജസ് നമുക്കെല്ലാം അറിയാം. ഒരുപാട് ഇൻ ക്രൈസ്റ്റ്, ഒരുപാട് അങ്ങനെ ഒത്തിരി വെളിപ്പാട് കിട്ടിയ ഒരുപാട് ദിവസമാണ് ഇൻ ക്രൈസ്റ്റ് അങ്ങനെ കിട്ടിയതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതാണ് യേശു ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറുക, യേശു ക്രിസ്തുവിന്റെ തേജസ്. ഹാലലൂയ. അതാണ് വേദപുസ്തകം പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനം മുതലുള്ള കാര്യം നമുക്കറിയാം. 30 വയസ്സ് മുതൽ യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിച്ച നാൾ മുതൽ യേശു കർത്താവ് സുശേഷം പറഞ്ഞു. 33.5 തിരുവയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു, മരിച്ചു, അട അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പിന്നെയും ഇവിടെ 40 ദിവസം വീണ്ടും ജീവിച്ചു. ഹാലലൂയ. വീണ്ടും ദൈവരാജ്യത്തിൽ പഠിപ്പിച്ചു. ആ ക്രിസ്തുവിനെ പോലെ ആകണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ വചനം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ തേജസ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ തേജസ് എന്ന് പറയുന്നത്. ഹാലലൂയ. ക്രിസ്തുവിന്റെ ഗ്ലോറി എന്ന് പറയുന്നത്. റോമർ 5:2 വായിക്കുമ്പോൾ അവിടെയും ക്രിസ്തുവിന്റെ ഗ്ലോറിയെ കുറിച്ച് പറയുന്നു. അവിടെയും ക്രിസ്തുവിന്റെ ഗ്ലോറിയെ കുറിച്ച് പറയുന്നത്. ഹാലലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണോ ഈ ഭൂമിയിൽ ആയിരുന്നു അതുപോലെ ആയിത്തീരണം. ഓഫ് കോഴ്സ് ആയിത്തീരണം. യേശുവിന്റെ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടായിരിക്കണം. യേശു കർത്താവിന്റെ മരണത്തിന് മുമ്പുള്ള ക്വാളിറ്റീസ്, യേശു കർത്താവ് കാണിച്ചെന്ന മാതൃക, നമ്മുടെ മാതൃക യേശു കർത്താവാണ്. നമ്മുടെ മാതൃക യേശു ക്രിസ്തുവാണ്. എല്ലാ മേഖലകളിലും നമ്മളൊരു വിശ്വാസിയായ നമ്മൾ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നത് യേശു കർത്താവ് ജീവിച്ചതുപോലെ ആയിരിക്കണം. ഹാലലൂയ. ഞാൻ ബാംഗ്ലൂരിലുള്ള സമയത്ത് എനിക്ക് ആ സമയത്താണ് യേശുവിനെ പോലെ ഒരു പെട്ടെന്നൊരു ആഗ്രഹം ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നത്. ഞാനിങ്ങനെ ഓഫീസിലൊക്കെ പഠിച്ചു വരുന്ന വഴി ഞാൻ പെട്ടെന്ന് മെസ്സേജ് കണ്ടു, എന്നെ ഒത്തിരി ടച്ച് ചെയ്തത്. ഞാനൊരു കാര്യം ആദ്യം പറയാം. നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ പരിശുദ്ധാത്മ തരാം, നമുക്ക് ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് ദൈവത്തിനെ കുറിച്ചുള്ള ദൈവികാരെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് തരണം. ഈവൻ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തോന്നിയാൽ പോലും നിങ്ങളത് പരിശുദ്ധാത്മാവ് തരാതെ നമുക്കത് ഉണ്ടാവത്തില്ല. നമ്മുടെ ഈ ജഡം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ലോകത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഈ ജഡം ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറയില്ല നമ്മളോട്. ജഡം ഒരിക്കലും വചനം വായിക്കാൻ പറയില്ല. ജഡം ഒരിക്കലും ആരാധിക്കാൻ പറയില്ല. ഹല്ലേലൂയ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. നമ്മുടെ ആത്മനുഷ്യൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മളെ പരിശുദ്ധാത്മാവിലേക്ക് നയിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ആരാധിക്കാൻ നമ്മൾ പോകുന്നതും നമ്മളെ ആഗ്രഹിക്കുന്നതും നമ്മൾ പരിശുദ്ധാത്മ നമ്മൾ പറയുന്നതുകൊണ്ടാണ്. ഒരിക്കലും നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹമല്ല. വചനം വായിക്കാൻ പോലും നമ്മുടെ ദൈവം നമ്മോട് പറയണം. ആത്മനുഷ്യന്റെ ആഗ്രഹം പരിശുദ്ധാത്മ നമ്മോട് പറയണം. അത് ജഡത്തിന്റെ ആഗ്രഹമല്ല. ഹാലലൂയ. അപ്പൊ ജഡത്തിന്റെ ആഗ്രഹം എല്ലാം ലോകത്തിലേക്ക് നോക്കാനുള്ളതാ. ഒരു മൂവി കാണാനോ, അല്ലെങ്കിൽ ഒരു നെറ്റ്ഫ്ലിക്സിൽ കയറി ഒന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനോ, യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആഗ്രഹം ജഡം തന്നെ. പക്ഷെ അതിന് മറിച്ച് നമുക്ക് ദൈവത്തോട് അടുക്കാനുള്ള ഒരു ആഗ്രഹവും അതിലേക്ക് സ്റ്റെപ്പ് വെക്കാനുള്ള അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികളും നമ്മളിലേക്ക് ആഗ്രഹം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ടോണ്ടിരിക്കും. പെട്ടെന്ന് ഈ യേശുവിനെ കുറിച്ച് പറയുന്നത് കേട്ടു. അപ്പൊ എനിക്ക് പെട്ടെന്ന് വലിയൊരു ആഗ്രഹം ഉള്ളിലേക്ക് കയറി. ഈ യേശുവിനെ പോലെ ഒരു ആഗ്രഹം മനസ്സിൽ കയറി. ഹല്ലേലൂയ. ആ ആഗ്രഹമാണ് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച് വരുമ്പോഴാണ് ഇത് യേശുവിനെ പോലെ മാത്രമല്ല. വചനം പറഞ്ഞ അങ്ങനല്ലോ. യേശു ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ വചനം പറയുന്നത്. ക്രിസ്തുവേശുവിന്റെ മനസ്സെന്നാ പറയുന്നത്. ക്രിസ്തുവേശുവിന്റെ തേജസ് എന്നാ പറയുന്നത്. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ശരിക്കും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഹാലലൂയ. ക്രിസ്തുവിനെ പോലെ ആ ഒരു ആഗ്രഹം നമ്മൾ വരണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് തരണം. ആ പരിശുദ്ധാത്മ നമ്മൾ തന്നിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ അത് നമ്മൾ ഗ്രാജുവലി വളർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ തേജസ്, ക്രിസ്തുവേശുവിന്റെ തേജസ്. ഹാലലൂയ. നമുക്കറിയാം വചനം പറഞ്ഞെങ്ങനെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ യേശുവിനെ ഫേസ് ടു ഫേസ് കാണും. പക്ഷെ നമ്മൾ എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ എന്താകും നമുക്കറിയില്ല. നമ്മളെ കുറിച്ച് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്താ നമ്മൾ ആയിത്തീരുമെന്നുള്ളത്.
ഹല്ലേലൂയ. ആദ്യം ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോ അവരെ ദൈവത്തിന്റെ തേജസ്സിൽ ആ ജീവനിൽ കൊടുത്തു. ദൈവം ഇവിടെ സൃഷ്ടിച്ചു വെച്ചു. അവർക്കുണ്ടായിരുന്ന ഒരു 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 എന്ത് പറഞ്ഞ ഒരു ആ ഒരു കോസ്മോസിന് യോജിച്ച ഒരു ബോഡി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ തേജസ്സിനാൽ നിറഞ്ഞൊരു ബോഡി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ പാപം ചെയ്തപ്പോഴാണ് അതിൽ നിന്ന് വീണു പോയത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹം എന്താണെന്ന് ശരിക്കും നമുക്ക് ഇതുവരെ അറിഞ്ഞുകൂടും. നമുക്ക് ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ: രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ട ശേഷം വചനം പറഞ്ഞ ഇങ്ങനെയാണ്: രക്ഷിക്കപ്പെട്ട എന്തിനാണ്? ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണല്ലോ. ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറഞ്ഞ എന്താ? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്വഭാവം മാത്രമാണോ? വേദപുസ്തകം വരച്ച് കാട്ടുന്ന ക്രിസ്തു എന്ന് പറയുമ്പോൾ ദ ഓൾ പാക്കേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അതാണ് അവർക്ക് സ്വഭാവത്തിനൊക്കെ അപ്പുറത്താണ്. എക്സാമ്പിൾ പറഞ്ഞാല് യഹൂദന്മാരെ, അതായത് ദേവാലയത്തിൽ പിന്നെ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെയും അവിടുത്തെ പുരോഹിതന്മാരുടെ അനുയായികളെയൊക്കെ ചാട്ടാവരോട് അടിച്ചു ഓടിച്ച ഒരു യേശു കർത്താവ് നമുക്കറിയാം. അവിടെ ആ ദേഷ്യത്തോടെ ചെയ്ത കർത്താവിനെ നമുക്കറിയാം. അങ്ങനെ ഒരു യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരെങ്കിലും അത് പറയാറുണ്ടോ? യേശു കർത്താവ് അങ്ങനെ അവർ അടിച്ചോടിച്ചല്ലോ, നമുക്ക് അങ്ങനെ ചെയ്യണം, യേശുവിനെ പോലെ ആകണമെന്ന് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല പലപ്പോഴും. പക്ഷെ വചനം പറഞ്ഞ അങ്ങനെ ഒരു യേശു കൂടിയുണ്ട്. ഹല്ലേലൂയ. അതാ പറയുന്നത്. യേശു കർത്താവ് എന്ന് പറയുമ്പോൾ വെള്ളത്തിന്മേൽ നടന്നൊരു യേശു കർത്താവുണ്ട്. അത് നമ്മൾ പറയുന്ന കാര്യം, നമുക്ക് അത് ചെയ്യാൻ പറ്റും വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തായിട്ട് മരണശേഷം ഉയർത്തുന്ന ഒരു യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ തേജസ്സിന്റെ ബോഡി ലഭിച്ച ഒരു യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എങ്ങോട്ട് പോകുന്നത് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. കാരണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടെ എന്താണെന്നുള്ളത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കറിയാം യേശു കർത്താവിന്റെ വരവെങ്കിൽ മരിച്ചവരെ എടുക്കപ്പെടും. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഭൂമിയിൽ ജീവനോടിരിക്കും നമ്മളും എടുക്കപ്പെടുന്നു. വചനം മീൻസ് ഉള്ളവരും എടുക്കപ്പെടുന്നു. വചനം ഓരോ സപ്പോസിനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് എടുക്കപ്പെടും, മരിച്ചവരും എടുക്കപ്പെടുന്നു വചനം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന ഒരു ബോഡി ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവിന് അനുകൂലമായ ബോഡിയാണെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളെ കുറിച്ച് നമ്മൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ എന്തായിത്തീരുമെന്ന് നമുക്കറിയത്തില്ല, കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വചനം ഇങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ. യേശു കർത്താവ് പോകുന്നതിനും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ ഇപ്പൊ കഴിയത്തില്ല. കാരണം ഗ്രഹിക്കാനുള്ള ശേഷിയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ പലതും ഉപദേശം നടത്തുന്നു പറയുന്നത്. കാരണം യേശു കർത്താവിന് പലതും പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിയാത്തതിന്റെ കാരണം അവർക്ക് ഗ്രഹിക്കാനുള്ള കഴിവില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ പരിശുദ്ധാത്മ വന്നിട്ടാണ് സകല ഉപദേശിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാം ആ ശിഷ്യന്മാർക്ക് അറിയാത്ത പല കാര്യങ്ങളും പിന്നീട് പരിശുദ്ധാത്മാവ് വന്നിട്ട് പൗലോസ് അപ്പോസ്തലനോട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഹല്ലേലൂയ. അറ്റ് ദ സെയിം വേ പല കാര്യങ്ങളും ഇനി വെളിപ്പെടാനുണ്ടെങ്കിലും നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച്. കാരണം ദൈവത്തിന് മാത്രമേ അതൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദിവസങ്ങളിൽ ക്രിസ്തുവേശുവിന്റെ മഹത്വം പ്രാപിക്കണമെന്നുള്ള പ്രാർത്ഥന നമ്മൾ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ വചനം അങ്ങനെ പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആർക്ക് വർണ്ണിക്കാൻ കഴിയും? എനിക്ക് വർണ്ണിക്കാൻ അറിയത്തില്ല എങ്ങനെയാണെന്ന്. പക്ഷേ വചനം എങ്ങനെ പറയുന്നു? ക്രിസ്തുവേശുവിന്റെ മഹത്വം. ഈ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കൽ ഒരു ദേവസ്വം ഞാനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം, അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു 6-7 ദിവസം ഇങ്ങനെ ദൈവത്തെ വർഷിപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു 6, 7, 8 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ കൈ ഉയർത്തുമ്പോൾ എന്തോ സ്പർശിക്കുന്ന പോലെ തോന്നി, കൈ ടച്ച് ചെയ്യുന്ന പോലെ തോന്നി. അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഇറങ്ങി വരുന്നത് മനസ്സിലായി. തുടർന്ന് അദ്ദേഹത്തിന് അതിലേക്ക് ആ ആ കുറച്ച് കുറച്ച് അദ്ദേഹം മനസ്സിലായി ഇതെന്തോ ക്ലൗഡ്സ് ആണ്, എന്തോ തിക്കായിട്ട് ഇറങ്ങി വരുന്നു. അദ്ദേഹം സ്പർശിക്കുന്നു. തുടർന്ന് വീണ്ടും ഇരിക്കുന്ന സമയങ്ങളിൽ ഈ ക്ലൗഡ്സ് ഇറങ്ങി വരുന്നത് കംപ്ലീറ്റ്ലി മൂടുന്നു, അദ്ദേഹത്തെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നു. പുള്ളി കവേർഡായി. ആ ഒരു ദൈവത്തിന്റെ ഒരു ഗ്ലോറി ക്ലൗഡ്സ് ഇറങ്ങി വരുന്ന അനുഭവം ആ മനുഷ്യനുണ്ടായി. ഹാലലൂയ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു, സഭയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഹാലലൂയ. അത് ഞാനാ പറയുന്നത്, നമ്മൾ എന്തായിട്ടും നമുക്കറിയത്തില്ല, കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ മനുഷ്യന് വെളിപ്പെട്ടത് ആ ഗ്ലോറി ക്ലൗഡ്സ് ആയിട്ടാണ്. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വെളിപ്പെടാൻ പോകുന്നത് മറ്റു തരത്തിലായിരിക്കാം, എനിക്ക് വെളിപ്പെടാൻ പോകുന്നത് മറ്റു തരത്തിലായിരിക്കാം. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള നമ്മൾ ദിവസങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ മഹത്വം എന്നൊരു വാക്ക് ബൈബിൾ പറയുമ്പോൾ, ദൈവത്തിന്റെ ഗ്ലോറി എന്ന യേശുക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത് തേജസ് എന്ന് ബൈബിൾ പറയുമ്പോൾ അത് വളരെ വളരെ വലുതാണ്, വളരെ പ്രഷ്യസ് ആണ്. ഹാലലൂയ. നമ്മൾ എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്ന് ദൈവത്തിനാണ് അറിയാവുന്നത്. നമ്മളൊക്കെ വേണ്ടി ആഗ്രഹം ഉണ്ടാവണം, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഹാലലൂയ. ഈ ദിവസങ്ങളിൽ അത്ര ഒരു ആഗ്രഹം, ദൈവമേ ആ ഒരു മഹത്വത്തിലേക്ക് കയറുവാൻ തക്കൊണ്ട് ദൈവം എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നേരിടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മാത്രമല്ല ഈ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു 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 അറിവുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ദിവസം പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താ? ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ മാത്രമാണോ ഞങ്ങൾ ജീവിക്കേണ്ടത്? ഈ ഒരു അവസ്ഥയിലാണോ ഞങ്ങൾ ജീവിക്കേണ്ടത്? ഈ ഒരു
പെന്തക്കോസ്ത് പറഞ്ഞ ഒരു വിശ്വാസ സമൂഹത്തിലെ ഒരു കാഴ്ചപ്പാടിനകത്ത് നമുക്ക് ജീവിതമാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്കൊരു എന്തെങ്കിലും വേദപുസ്തകം പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതിനപ്പുറത്തേക്കൊരു കാര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ എനിക്ക് ഈ ദിവസങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരു പ്രാർത്ഥനയും ഒരു ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ബിക്കോസ് വചനം എന്തെങ്കിലും പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മഹത്വം എന്താണെന്നുള്ളത് ആ, നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. കാരണം ആ ഒരു മഹത്വം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ വചനം വായിക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആണ്. ഹല്ലേലൂയ. നമ്മൾ മരിച്ചു കഴിഞ്ഞ ശേഷമാണോ, അല്ലോ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ദിവസങ്ങൾ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം പലതും നമ്മൾ കാണുമ്പോഴൊക്കെ നമുക്ക് അത്തരം ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകണം. ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, യേശു കർത്താവ് ജീവിച്ച സൂപ്പർ നാച്ചുറൽ തലങ്ങളിലാണ് ജീവിച്ചിരുന്നത്. അപ്പം ഞാനത് ആ സമയത്ത് ഇങ്ങനെ ഞാൻ ഈ 32 വർഷം മുമ്പ് എന്റെ കുടുംബ വിശ്വാസം വന്നാണെങ്കിലും ഞാൻ രക്ഷപ്പെട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. 32 വർഷം മുമ്പ് എന്റെ കുടുംബ വിശ്വാസത്തിലേക്ക് വരുന്നത്. 34 വർഷം മുമ്പ് എന്റെ മദറിന് ഹാർട്ടിന് പ്രശ്നമുണ്ടായി, ബോൾസ് ഒക്കെ ഉണ്ടായി, മരിക്കാറായി കിടന്ന അവസ്ഥ ദൈവം ടച്ച് ചെയ്ത് പുറത്തു കൊണ്ടുവന്നതാ, വിടുവിച്ചതാ, ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആരോഗ്യത്തോടെ. അപ്പൊ ഞങ്ങളങ്ങനെ വിശ്വാസം വന്ന ഒരു ഫാമിലി. ആ സമയത്ത് എനിക്ക് അതുകൊണ്ട് ഞാനന്ന് 4-5 പഠിക്കുന്ന സമയം, ഇപ്പൊ അധികം അങ്ങനെ അറിവൊന്നുമില്ല. ആ സമയത്ത് സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം. അതിനുശേഷമാണ് ഈ വചനം പഠിക്കാനും വായിക്കാനും ഒക്കെ സമയം എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ഞാൻ പറയുന്നത്, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ എങ്ങനെയാകണമെന്നുള്ള കാര്യം, ദൈവം നമ്മളെ കുറിച്ച് നമുക്ക് വെച്ചിട്ടുള്ള അനുഭവങ്ങൾ, നന്മകൾ, ഇതൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, അത് നമുക്ക് അറിയത്തില്ല, എന്താകുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എങ്കിലും ഒരു പ്രത്യാശ അദ്ദേഹം പറഞ്ഞു, നമുക്ക് കർത്താവിനെ ഫേസ് ടു ഫേസ് കാണുമെന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ, അതുണ്ട്. പക്ഷേ അത് മുമ്പായിട്ട് ദൈവരാജ്യത്തിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഹാലലൂയ, ക്രിസ്തുവേശുവിനെ പോലെ ആകണമെന്ന് വചനം പറയുമ്പോൾ നമ്മൾ എന്താകുമെന്ന് നമുക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അത്തരം അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്നേഹത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.